എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏപ്രിൽ 26 ശനിയാഴ്ചയാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്താണ് എന്നുള്ളത് നോക്കാം. കൂടുതൽ ആളുകൾക്കും ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ച് മതിയായ അറിവില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് ഇന്ത്യയിൽ നിയമപരമാണോ? അത് നിയമപരമാണെങ്കിൽ തന്നെ മൊത്തത്തിലുള്ള അതിൻ്റെ റിസ്ക് എന്താണ്? ഇതിന് നമുക്ക് എത്ര ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾക്കൊരു ചെറിയ ധാരണ ഉണ്ടാകണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതിയാവും. ഈ ക്രിപ്റ്റോയെക്കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ട്രേഡ് ചെയ്യാൻ കഴിയും. കാരണം ഇത് മറ്റുള്ള, അതായത് നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈയിങ് സെല്ലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ അത്ര ഒരു പഠിച്ചിരിക്കണമെന്നില്ല. കാരണം ഇതിൽ ട്രേഡിങ്ങിനുള്ള ഒരുപാട് റിസ്ക് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നു, വിൽക്കുന്നു. ഏകദേശം 2000-3000 അതിൽ കൂടുതലൊക്കെ വിലയുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ സ്റ്റോക്കുകൾ വാങ്ങി നമ്മൾ കുറച്ച് കാലം സൂക്ഷിച്ച് വിൽക്കാം, അല്ലെങ്കിൽ അന്ന് തന്നെ വിൽക്കാം. അന്ന് തന്നെ വിൽക്കുന്നതിന് നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുന്നു. ഇപ്പോൾ ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കുകൾക്ക് പകരം കോയിനുകളാണ് എന്ന് മാത്രമാണുള്ളത്. അത് ബിറ്റ് കോയിൻ, അതുപോലെ എതേറിയം, റിപ്പിൾ, സോളാന തുടങ്ങി ഇതെല്ലാം ഓരോ കോയിനുകളുടെ പേരുകളാണ്. ഇപ്പോൾ ഓരോ സ്റ്റോക്കുകൾക്കും പിന്നിൽ ഒരു ഫണ്ടമെൻ്റൽ കമ്പനി ഉള്ളതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഇതിൽ രജിസ്റ്റർ ചെയ്ത ഈ എല്ലാ കോയിനുകൾക്കും പിന്നിലും ഒരു ഫണ്ടമെൻ്റൽ ഫാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് സത്യത്തിൽ ഇതിൻ്റെ ടെക്നിക്കൽ വശം എന്ന് പറയുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യുന്നതിന് ഇപ്പോൾ ഇടപാടുകൾക്കായി ഒരു ആവാസ വ്യവസ്ഥയുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതുപോലെ എതേറിയം എന്നത് മറ്റൊരു പ്രത്യേക ടെക്നോളജിയിലാണ് എന്ന് മാത്രം. ആ ടെക്നോളജി യൂസ് ചെയ്ത് ട്രേഡർമാർക്ക് ട്രേഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു പർട്ടിക്കുലർ ലെയറാണ് എന്നതാണ്. അതുപോലെ തന്നെ ഓരോ കോയിനും ഓരോ എക്കോസിസ്റ്റമാണുള്ളത്. ഇത് ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്നതിനോ അതുപോലെ ഒരു പ്രത്യേക ലെയറിൽ ഇടപാടുകൾ നടത്തുന്നതിനോ ആളുകൾക്ക് ആ ടെക്നോളജികൾ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ സാരം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കിനു പിന്നിലുള്ള ഒരു കമ്പനിയെ പോലെ ഓരോ കോയിന് പിന്നിലും ഒരു ടെക്നോളജി ഉണ്ട് എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഞാനൊരു ട്രേഡർ എന്ന നിലയിൽ സ്റ്റോക്ക് വാങ്ങാൻ ആവശ്യമായ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതിന് സീറോദ, ഏഞ്ചൽ വൺ, അതുപോലെ അപ്സ്റ്റോക്സ് തുടങ്ങി മറ്റേതെങ്കിലും ധാരാളം ബ്രോക്കർമാരുണ്ടാകും. അതിലേതെങ്കിലും ഒന്നിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതിനുശേഷം സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുമ്പോൾ അത് നേരത്തെ തന്നെ NSEയിലോ BSEയിലോ ലിസ്റ്റ് ചെയ്യപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ബൈ ചെയ്യുന്ന ആ സമയത്ത് സ്റ്റോക്കുകൾ NSE എക്സ്ചേഞ്ചിൽ പോയി പർച്ചേസ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ക്രിപ്റ്റോയിൽ നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് എടുക്കേണ്ടതുണ്ട്. അതിന് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡെൽറ്റ എക്സ്ചേഞ്ച്, അതുപോലെ കോയിൻ ബേസ്, കോയിൻസ് വിച്ച് പോലുള്ള കമ്പനികളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഒരു അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം കമ്പനികൾ അവൈലബിൾ ആണ്. അവർ ഒരു ബ്രോക്കർ കം എക്സ്ചേഞ്ചായി പ്രവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാൽ ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എതേറിയം പോലുള്ളവ വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മേജറായിട്ട് ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് മാത്രം. അങ്ങനെ ട്രേഡ് ചെയ്യുന്നതിന് ബിറ്റ് കോയിനിൽ മാത്രം ട്രേഡ് ചെയ്യുന്നതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു 3 പ്രധാന കാരണങ്ങളാണ്. ഒന്നാമതായി ഇതിൽ ഡെയിലി എക്സ്പയറി ഉണ്ട് എന്നുള്ളതാണ്. ഇത് കൂടുതൽ ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇതിലും ഈ എക്സ്പയറി ഉണ്ട് എല്ലാ ദിവസവും. അതിനാൽ ഓപ്ഷൻ ട്രേഡർമാർക്ക് ദിവസവും എക്സ്പയറി ടൈമിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ അല്ല, മൺഡേ മുതൽ സൺഡേ വരെ 24/7 എല്ലാ ദിവസവും നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാരണം ലിവറേജ് വളരെ കൂടുതലാണ് എന്നതാണ്. പക്ഷേ ലിവറേജ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നത് മറക്കാതെ തന്നെ ട്രേഡ് ചെയ്യണം.
കാരണം അത് അനുകൂലമാകുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ 200x ലിവറേജൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 200x ലിവറേജ് അനുകൂലമാകുന്നത് പോലെ തന്നെ ഇത് പ്രതികൂലവും ആകാം. നമ്മൾ എത്ര റിസ്ക് എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത് എന്ന് മാത്രം. മെയിൻ പ്ലസ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ 200x ലിവറേജ് ഉള്ളതിനാൽ നമ്മൾ ഇവിടെ ഒരു ബിഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്നതാണ്. നമുക്കൊരു ചെറിയ സംഖ്യ ഉപയോഗിച്ച് ഇതിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. ഏറ്റവും കുറഞ്ഞത് ഒരു 1000-2000 രൂപ വരെയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. കാരണം ഇവിടെ ഒരു ഷെയർ അല്ലെങ്കിൽ 2 ഷെയർ അല്ല, യൂണിറ്റുകളുടെ ഭിന്നസംഖ്യകളായി നമുക്ക് കോയിനുകളെ ഇവിടെ വാങ്ങിക്കാൻ പറ്റും എന്നതുകൊണ്ടാണിത്. ഇന്നിപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ ആകെ മൂല്യം $95,000 ഡോളറാണെന്ന് വെച്ചോളൂ, ഡോളറാണ്. എന്നാൽ നമ്മൾ ഒരു ബിറ്റ് കോയിൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രയും പണം നമുക്കിവിടെ ചെലവഴിക്കേണ്ടതില്ല എന്നതാണ്. നമുക്ക് 0.01 എന്ന ക്രമത്തിൽ ഇതിൽ വാങ്ങിക്കാവുന്നതാണ്. കാരണം അതൊരു ഫ്രാക്ഷൻ യൂണിറ്റുകളിലാണ് ലഭിക്കുക. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ മാർജിൻ്റെ ആവശ്യമേ നമുക്കിവിടെ വരുന്നുള്ളൂ എന്നതാണ് ഒരു പ്ലസ് പോയിൻ്റ്. മൂന്നാമത്തെ ഒരു പ്രധാന കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ FNO ഫാസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ലിവറേജ് ഉള്ളത് കൊണ്ടും കൂടെ ഈ നമുക്ക് ഇവ രണ്ടിലും ട്രേഡ് ചെയ്യുന്നതിന് എളുപ്പമാണ് എന്ന് മാത്രം. നമ്മൾ റിസ്ക് കണക്കാക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ക്രിപ്റ്റോയിൽ നമുക്ക് റിസൾട്ട് വളരെ മികച്ചതായിരിക്കും ലഭിക്കുക. ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് 2 തരം ക്രിപ്റ്റോകളാണുള്ളത്. ഒന്ന് ക്രിപ്റ്റോ സ്പോട്ട്, 2 ക്രിപ്റ്റോ FNO. ഇപ്പോൾ ഞാനൊരു ബിറ്റ് കോയിൻ വാങ്ങി ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ ക്രിപ്റ്റോ സ്പോട്ട് എന്നാണ് പറയുക. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമ്മൾ പണം ക്യാഷ് കൊടുത്ത് സ്റ്റോക്ക് വാങ്ങിയാൽ അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വരുന്നത് പോലെയാണ് ക്രിപ്റ്റോ സ്പോട്ടിൽ ആ ഒരു പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഇതിന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് 30% 30% ടാക്സാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് തന്നെ FNOയിൽ വാങ്ങിയാൽ അത് FIUവിൽ രജിസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത്. എല്ലാ ക്രിപ്റ്റോകളും FIU യൂണിറ്റിലാണ് വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ സെബിയുടെ അണ്ടറിലാണല്ലോ വരുന്നത്. അതുപോലെ ഇവിടെ എല്ലാ കോയിനുകളും FIU യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വരികയുള്ളൂ. അതിൻ്റെ റെഗുലേറ്ററി പോളിസിയിലാണ് അവ വരുന്നത് എന്നതാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ, അതായത് ക്രിപ്റ്റോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓവറാൾ റെഗുലേഷൻസ് എന്തെന്നാൽ 30% ടാക്സ് ആയിരിക്കില്ല എന്നതാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻകം സ്ലാബിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുക എന്നതാണ് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലെ ഒരു ഫെസിലിറ്റി, ആ ഒരു മെച്ചം. ശരി, ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് ഇത് എങ്ങനെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാം എന്നതുള്ളത് നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നോക്കാവുന്നതാണ്. അതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ട്, ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റയിലോ അതുപോലെ കോയിൻസ് വിച്ചിലോ ഏതിലെങ്കിലും ഒരു അക്കൗണ്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കങ്ങനെ അക്കൗണ്ട് എടുക്കാൻ സഹായിക്കണമെങ്കിൽ, അതായത് ഞങ്ങളുടെ സഹായം ആവശ്യമാണെങ്കിൽ, ഇപ്പം അതുമാത്രമല്ല മറ്റുള്ള ഈ ക്രിപ്റ്റോ ട്രേഡിങ്, ഫോറക്സ് ട്രേഡിംഗ് സംബന്ധിച്ചുള്ള എല്ലാ സഹായങ്ങൾക്കും, എല്ലാ ഹെൽപ്പ് ലൈനും നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താഴെ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. അതുവഴി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണ്. ജോയിൻ ചെയ്തിട്ട് അവിടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ എല്ലാവിധ ഹെൽപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനും മറ്റു എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കവിടെ ഞങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എൻ്റെ അക്കൗണ്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിലാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നോക്കൂ, ബിറ്റ് കോയിൻ, എതേറിയം, സോലാ, അതുപോലെ റിപ്പിൾ തുടങ്ങി എൻ്റെ അറിവിൽ 100ലും കൂടുതൽ കോയിനുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ ഏറ്റവും വോളിയം കൂടുതലുള്ള, അതായത് ഒരു വയലൻറ്റ് മൂവ്മെൻ്റുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് നോക്കൂ, ബിറ്റ് കോയിൻ, എതേറിയം,
സോലാന, റിപ്പിൾ തുടങ്ങി ഒരു 4-5 കോയിനുകൾ നല്ല മൂവ്മെൻറ്റാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ബിറ്റ് കോയിനാണ് നമ്മൾ മേജറായിട്ട് ചെയ്യുക. ഇപ്പോൾ ബിറ്റ് കോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ബൈ ലോങ്, ഇപ്പോൾ ഇവിടെ സെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തേക്ക് എടുക്കുന്നു, ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു. ഇത് ഫ്യൂച്ചറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ബൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ലോട്ട് സൈസ് നോക്കൂ, ഇതിൽ 0.001 കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 0.01 ലഭിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 10 ലോട്ട് എന്നടിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇവിടെ കണ്ടല്ലോ 0.01 ആ ഒരു കണക്കിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പോൾ അതിന് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് കേവലം 5 USD ആണ്. അതായത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ആവശ്യമായി വരുന്നത് $5. ഈ $5 സെൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് $5 അടുത്താണ് വരുന്നത്. ഇപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ 10 ലോട്ട് എന്ന് പറയുന്നത്, അതായത് ക്വാണ്ടിറ്റി 10 ലോട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. 0.01 BTC ബിറ്റ് കോയിൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എൻട്രി പ്രൈസ് 95,000 വെക്കുകയാണ്. നമ്മളിവിടെ ബൈ ആണ് ചെയ്യുന്നത്, സെല്ലല്ല. 95,000 വയ്ക്കുന്നു. ലിവറേജ് 200x. ഇവിടെ നോക്കൂ, റിസൾട്ടിംഗ് പൊസിഷൻ 10 എസ്റ്റിമേറ്റഡ് ലിക്വിഡിറ്റി പ്രൈസ് 94,762. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി പ്രൈസ് 95,000. ഓക്കെ, നമ്മൾ എക്സിറ്റ് പ്രൈസ് 96,000. ഒരു 6,000 ഡിഫറൻറ്റിൽ നമ്മൾക്ക് 200x ലിവറേജ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമുക്ക് $45 ആവശ്യമേ വരുന്നുള്ളൂ. എന്നാൽ നമുക്ക് പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നത് ഇവിടെ 10 എന്നുള്ള അടിച്ചു കൊടുത്താലാണ് നമുക്ക് ഒരു 0.01 ബിറ്റ് കോയിൻ്റെ കണക്കിലെത്തുകയുള്ളൂ. ഇപ്പോൾ $5 നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇത്രയും ഈ ഒരു 95,000 96,000 പോവുകയാണെങ്കിൽ $10 നമുക്കിവിടെ പ്രോഫിറ്റ് ലഭിക്കുക. അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് യുവർ ഫീസ് സെലക്റ്റഡ് കോൺട്രാക്റ്റ് 0.02%, ടേക്കർ 0.05%. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നെ സ്കാൽപ്പിംഗ് ഓഫർ വരുന്നുണ്ട്. സ്കാൽപ്പിംഗ് ഓഫർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആൻഡ് ക്ലോസ് യുവർ ഫ്യൂച്ചർ ട്രേഡിംഗ് 15 മിനിറ്റ്. ഈ 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 സൈഡ് ഫീസിൻ്റെ ആവശ്യമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്ട്രാ ഇതിന് ഫീസിൻ്റെ ആവശ്യമുള്ളൂ. അതിന് നമുക്കിവിടെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സക്സസ്ഫുള്ളി എൻറോൾഡ് സ്കാൽപ്പിംഗ് മെത്തേഡ്. ഇത് നമ്മൾ ഫ്യൂച്ചറിലാണ് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നോക്കൂ, ഓപ്ഷനിൽ നമുക്കിവിടെ ഇപ്പോൾ ഡെയിലി എക്സ്പയറി ഉണ്ടെന്ന് പറയും. ഇപ്പം ഇന്നത്തെ 26-ാം തീയതി കഴിഞ്ഞു, നാളെ 27 ഏപ്രിൽ 25 ടൈം നോക്കൂ, 21 മണിക്കൂറും 18 മിനിറ്റും ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ടൈം ഈവനിങ് 5:30 എക്സ്പയറി ടൈം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിലവിൽ ബിറ്റ് കോയിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 94,229. ഓക്കെ, 94,200 എന്ന് വെച്ചോളൂ. അപ്പോൾ 94,200 സ്ട്രൈക്ക് നമ്മൾ ഇവിടെ വാച്ച് ചെയ്യുകയാണ്. 94,200. ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ സ്ട്രൈക്കുകളും 200 പോയിൻ്റ് ഡിഫറൻറ്റിലായിരിക്കും. ഇപ്പോൾ 94,000, 94,200, 94,400, 94,600 അങ്ങനെ 200 പോയിൻ്റ് ഡിസ്റ്റൻസിലാണ് ഓരോ സ്ട്രൈക്കുകളും ഉണ്ടാവുക. ഇപ്പോൾ 94,200 എന്നുള്ള ഒരു സ്ട്രൈക്ക് നമ്മൾ ബൈ ആൻഡ് സെല്ല് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് 94,200 എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ $358 നമുക്ക് സെല്ല് ചെയ്യാൻ ആവശ്യമായിട്ട്. ആ സ്ട്രൈക്കിൻ്റെ പ്രൈസ് ഓപ്ഷനാണ് പറയുന്നത്. ആ സ്ട്രൈക്കിൻ്റെ പ്രൈസ് $358. ഒരു 20 ലോട്ട് നമ്മൾ വാങ്ങിക്കുകയാണ്. അതിന് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് $19. അപ്പോൾ നമ്മളിവിടെ ഇത് സെൽ ചെയ്തു. ഇവിടെ സെൽ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഫെൻ ബാലൻസ് ആയതുകൊണ്ടാണ് താഴെ കാണിക്കാത്തത്. നിങ്ങൾക്കിവിടെ
ഓപ്പൺ പൊസിഷൻ എന്നുള്ളിടത്ത് ഇവിടെ കാണിക്കും, ഓർഡേഴ്സ് കാണിക്കും, സ്റ്റോപ്പ് ഓർഡേഴ്സ്, ഇതെല്ലാം ഓർഡർ ഹിസ്റ്ററി എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. ഞാനിതിൽ കൂടുതൽ ഇതിലല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ വേറൊരു ബ്രോക്കറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഫണ്ട് ആഡ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, പക്ഷേ എനിക്കിതിൽ അക്കൗണ്ട് ഉണ്ട്. അടുത്തത് നമ്മൾ ബൈ ചെയ്യുകയാണ് ഇതേ കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്റ്റ് ബൈ ചെയ്യുമ്പോൾ 20 ലോട്ടിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് $8. അപ്പോൾ അതിലൊരു 18, ഇതിലൊരു 8, $26 ആവശ്യമാണ് നമുക്ക് വരുന്നത്. ഇത് ഏതെങ്കിലും ഒരെണ്ണം സീറോയിൽ പോയി കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ഫെസിലിറ്റീസും ഈ ബിറ്റ് കോയിനിൽ അവൈലബിൾ ആണ്. മറ്റൊരു കാര്യം, ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഫ്യൂച്ചറിൽ ഒരിക്കലും നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിന് ലിമിറ്റുകളില്ല എന്നുള്ളതാണ്. ഈ കോൺട്രാക്റ്റ് നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ പോലെ തന്നെ മന്ത്ലി കോൺട്രാക്റ്റ് ബേസ് എക്സ്പയറി ഒന്നും ഇതില്ല. ഫ്യൂച്ചറിന് മന്ത്ലി എക്സ്പയറി ഇല്ല, മന്ത്ലി കോൺട്രാക്റ്റ് അല്ല. ആൾ ടൈം നമുക്ക് ഹോൾഡ് ചെയ്യാം. 1 ഇയറോ 2 ഇയറോ 3 ഇയറോ എത്ര വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു ഫെസിലിറ്റീസും കൂടെ നമുക്കിവിടെ ക്രിപ്റ്റോയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്രിപ്റ്റോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ ഒരു ഐഡിയ കിട്ടില്ല. കൂടുതൽ ആളുകളും ഫോണിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. ഇനി ഐഡിയ അങ്ങനെ കിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞ രൂപത്തിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ലിങ്കുണ്ട്. അവിടെ വന്ന് ഞങ്ങളുമായി സംസാരിക്കുകയാണെങ്കിൽ ഇത് മൊബൈലിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ ദിവസവും $20-30 നമുക്ക് സുഖസുന്ദരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ കൂടെ, അതായത് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന പലർക്കും അറിയാം, ഞാൻ ദിവസവും 40, 50, 100-നുള്ളിൽ, അതിൽ കൂടുതലും ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. കൂടുതൽ സമയം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാറെന്ന് വെച്ചാൽ ഒരു $100-50 ഒക്കെ ആകുമ്പോൾ നമ്മൾ നിർത്താറല്ല, അത്ര ട്രേഡാണ് ഞാൻ ചെയ്യാറുള്ളൂ. എന്നിട്ടും എനിക്ക് ഒരു $20-30-40-50 ഡെയിലി പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിനേക്കാളും വലിയ ടെൻഷൻ ഇല്ലാതെ, അതായത് ഇതിൽ വന്നിട്ട് നമുക്ക് പ്രീമിയം DK, അതുപോലെ ടൈം DK, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് തുടങ്ങി ടെൻഷൻ ആവുന്ന തരത്തിലുള്ള യാതൊരു സംഗതികളും നമ്മൾക്ക് ഈ ഫ്യൂച്ചറിൽ ചെയ്യുമ്പോൾ പ്രശ്നമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ന് ഇതിൽ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.